നമ്മൾ ആരെ കണ്ടാലും പറയും സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. എന്താ സ്ട്രെസ് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ഈ സ്ട്രെസ്സിനെ മനസ്സിലാക്കലും ഡിഫൈൻ ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ സ്ട്രെസ്സ്, ബിസിനസ്സിൽ സ്ട്രെസ്സ്, അതല്ലെങ്കിൽ ആരോഗ്യത്തിൽ സ്ട്രെസ്സ്. അപ്പോൾ ഫാമിലിയോട് സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ ഫാമിലിക്ക് എന്താ വേണ്ടത്, നമ്മളെന്താ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ അത് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി ഫാമിലി സ്ട്രെസ്. അതല്ലെങ്കിൽ ഫാമിലിനോട് എന്താ ചെയ്യേണ്ടാത്ത, ഓക്കെന്താ ഇഷ്ടമില്ലാത്തതെന്ന് നമുക്കറിയാം. ആ ഇഷ്ടമില്ലാത്ത പണി നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുറ്റബോധമല്ലേ, അതിൻ്റെ വേറെ സ്ട്രെസ്സ്. ഇനിയിപ്പോൾ ബിസിനസ്സിൽ പോവുകയാണെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ കച്ചവടം കൂട്ടാനും വളർത്താനും ഇന്നതൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ പോയി കടന്നുറങ്ങും. അപ്പോൾ ആ കടന്നുറങ്ങുമ്പോൾ ഒരു ഇനാക്ഷൻ ഉണ്ടല്ലോ, ആ ഇനാക്ഷനാണ് സ്ട്രെസ്സ്. അതല്ലെങ്കിൽ ബിസിനസ്സിൽ പൈസ അങ്ങോട്ട് മറിക്കരുത് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ മറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാമല്ലോ, അതിൻ്റെ പേരാണ് സ്ട്രെസ്സ്. ആ ഒരു ഗിൽട്ടാണ് അവിടെ. ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ രാവിലെ എണീച്ച് നടക്കണം എന്ന് നമുക്കറിയാം, എക്സസൈസ്, ആരോഗ്യം നോക്കണം, ഫുഡ് നിയന്ത്രിക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ അത് ചെയ്യൂല, നടക്കൂല, മനോയോയ്ക്ക് തിന്നും ചെയ്യും. അപ്പം ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു ഇനാക്ഷൻ. ഇന്ന് നടക്കാൻ പോയില്ലെങ്കിൽ ഇന്ന് സ്ട്രെസ് ഉണ്ടാവും, കാരണം നടക്കാൻ പോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ആക്ഷൻ എടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് ബേസിക്കലി സ്ട്രെസ്. ഇനിയിപ്പം എക്സൈറ്റ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ആക്ഷൻ എടുക്കണം, ഞാൻ ആ ആക്ഷൻ എടുത്തു, അയവ ആക്ഷൻ ഈസ് മോട്ടിവേഷൻ. അല്ലാതെ വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് വീഡിയോ കണ്ടാൽ എന്തിട്ടില്ല, മോട്ടിവേഷൻ കിട്ടില്ല. ആക്ഷൻ ആക്ഷൻ ആക്ഷൻ. ഇനാക്ഷൻ ഈസ് സ്ട്രെസ്.